ഇന്ന് നമുക്ക് ഇതുപോലെയുള്ള പർദ്ദ ഡ്രസ്സുകളെ ഷോൾഡർ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഷോൾഡർ അയച്ചെടുക്കാതെ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പർദ്ദൻ്റെ സ്ലീവിൻ്റെ ഭാഗത്തും ബോഡി പാർട്ടിൻ്റെ ഭാഗത്തും ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുക. ക്ലോത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനെ കുത്തി വെച്ചാൽ. അപ്പോൾ ഇതിൽ നമുക്ക് എത്രയാണോ ഷോൾഡർ വേണ്ടത് അത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കേണ്ട ഭാഗം കൂടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. രണ്ട് സൈഡിലും പിന്ന് കുത്തി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ ഇതിൽ ഈ ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്തൊന്ന് പോയിൻ്റ് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എത്രയാണോ കട്ട് ചെയ്ത് കളയേണ്ടത് അത് നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് സെൻറ്ററിലേക്ക് വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ ആം ഹോളിൻ്റെ സെൻറ്റർ വരെ നമുക്ക് കട്ട് ചെയ്തിട്ട് നിർത്താം. ഈ പിന്ന് കുത്തി വെച്ചിട്ടില്ലെങ്കിൽ ഉള്ളിലത്തെ ക്ലോത്തുകൾ മാറിയിട്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ 4 ക്ലോത്തും പല മെഷർമെൻറ്റിലായിപ്പോവും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് അയച്ചെടുക്കുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഓവർലോക്കിൻ്റെ ആ സ്റ്റിച്ച് ഉണ്ടല്ലോ ആ ഭാഗം സ്റ്റിച്ച് അയച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഈ സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് പുറത്തൊക്കെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തിട്ട് എടുക്കുക. ശ്രദ്ധിച്ചിട്ട് ഉള്ളിൽ ക്ലോത്തുമൊന്നും തട്ടാതെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ സാധാരണ ഷോൾഡർ ജോയിൻ്റ് ചെയ്യുന്ന പോലെ സ്ലീവിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നോർമലി നമ്മൾ എങ്ങനെയാണോ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ശ്രദ്ധിച്ചിട്ട് ക്ലോത്തുകൾ ഒപ്പം പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത ഭാഗം വരുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് ഗ്യാപ്പ് കുറച്ച് കൂടുതലായിട്ട് വരും. അത് ഒരുപോലെ ഒപ്പം വെച്ച് കട്ട് ചെയ്തെടുക്കുക. ബോഡി പാർട്ടും സ്ലീവിൻ്റെ പാർട്ടും കൂടി വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ പിരിയാത്ത രീതിയിൽ വേണം കറക്റ്റ് ഒരേ പോയിൻറ്റിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്ലീവ് മുഴുവനായിട്ട് അയച്ചെടുക്കാതെ ഷോൾഡറിൻ്റെ വീതി നമുക്ക് കുറക്കാൻ പറ്റും.